കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. Oh yeah, തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. അടുക്കള കയറാതിരിക്കാനുള്ള ഒരു അടവ് കാണിക്കുക അല്ലയോ? അതൊന്നുമല്ലമ്മേ, BA കാരിയായി ഞാനേ പഠിച്ചതൊക്കെ മറന്നുപോയി. ഒന്ന് പൊടി തട്ടിയെടുക്കണമല്ല. അത് നീ BA പഠിച്ചില്ലല്ലോ. തോറ്റില്ലേ BA? BA തോറ്റാലും BA എന്നാ പറയുന്നേ, അല്ലാതെ അമ്മയെ പോലെ 8ാം ക്ലാസ് തോറ്റല്ല. ടീച്ചറാ 8ാം ക്ലാസ് തോറ്റ അമ്മയെ വക്കീലായ അച്ഛൻ എങ്ങനെ കിട്ടി? അയ്യോ, അന്നത്തെ 8ാം ക്ലാസ് ഇന്നത്തെ BA ഒരേപോലെ ആയിരുന്നു. 8ാം ക്ലാസ് എന്ന് പറയണ്ട 7ാം ക്ലാസ്, കാരണം അമ്മ 8ാം ക്ലാസ് തോറ്റതല്ലേ. ഇല്ലല്ലോ, തോറ്റിട്ടില്ല, ഞാൻ ജയിച്ചു. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ 8ാം ക്ലാസ് വെറുതെ എന്നോട് വഴക്കിന് നിൽക്കരുത്. പോ. എന്താ നീ വഴക്കിന് നിന്നാ? എന്താ ഞാൻ ഈ നാട് മുഴുവൻ പറഞ്ഞെടുക്കാം അമ്മ 8ാം ക്ലാസ് തോറ്റതാ. 7ാം ക്ലാസ് മൈക്കിന് ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്. ഇത് അമ്മയുടെ ഇതുകൊണ്ട് അമ്മയുടെ തലയിലിടും. എന്റെ സാരി എടുത്ത് ഞാൻ മാത്രം വളർന്നോടി നീ. ആരോടി വരാൻ? നിന്റെ ഭാര്യയെ നീ നിലക്ക് നിർത്തിയില്ലെങ്കിലേ ചവിട്ടി പുറത്താക്കി ഞാൻ. അതിന് മാത്രം അച്ഛമ്മ എന്താ പ്രശ്നം ഇവിടെ? എന്താ പ്രശ്നമെന്നോ? ഈ സാരി എന്റെ സാരി എടുത്തവളെ എന്നെ അടിച്ചു. അമ്മയുടെ സാരി എടുത്ത് അമ്മ എന്നെ അടിച്ചത്. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം, ഞാൻ BA കാരി അമ്മ 8ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞ എന്റെ പേര് തുടങ്ങിയതാ. ഒന്നുമല്ല, അതല്ല നീ പറഞ്ഞു സാരി എടുത്തത്. നിങ്ങൾ രണ്ടുപേരും എത്ര പഠിച്ചിട്ട് എന്താ വിവരം ഇല്ലല്ലോ. പറഞ്ഞുകൂടെ അങ്ങനെ പറഞ്ഞോട് പോലെ നമ്മൾ രണ്ടിനും കൂടെ ചേർത്താ പറഞ്ഞു. എന്നെ ചേർത്തിട്ടില്ല. പിന്നെ അവൻ എന്റെ മോന്റെ മോനാ. അവൻ എന്റെ മോനാ. എന്ത് പറഞ്ഞാലും നിന്നെക്കാളും വിവരം ഉണ്ട് എനിക്ക്. അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, അമ്മ ഉത്തരം പറയോ? ഹൂ ഡിസ്കവർഡ് ഗ്രാവിറ്റി? അതാ പറഞ്ഞേ. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ആരാത്? ഗുരുത്വാലയല്ല, ഗുരുത്വാകർഷണം. അങ്ങനെ വാക്കേ മലയാളത്തിൽ ഇല്ല. പിള്ളേര് പഠിച്ചാ കണ്ടാ ഇങ്ങനെ ഇരിക്കും. എന്നോട് കളിച്ചാലേ BA കാരോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഹൗവയല്ലേ? ഐസക് ന്യൂട്ടൻ. BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ജേർണലിസ്റ്റിന് ചേരാനായിരുന്നു എന്റെ മോഹം. പക്ഷെ അതിനു മുമ്പ് ഒരു കാട്ടാളൻ വന്ന് എന്റെ താലി കെട്ടിയില്ലേ. കടക്കായി പോയി അനുഭവിച്ചോ. നല്ല ഗവൺമെന്റ് ജോലിയുള്ള നിനക്ക് നല്ല ഉദ്യോഗമുള്ള ഒരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചു തരുമായിരുന്നല്ലോ. എന്തിനാ ഈ മരം കറിയെ പിടിച്ചോണ്ട് വന്നേ? കൊണ്ടുവന്നല്ലോ, അനുഭവിക്കേ. മരം കറി ആയതുകൊണ്ട് വല്ലപ്പോഴേക്ക് തെങ്ങക്കറി തേങ്ങ ഇടാൻ പറ്റുന്നു. എന്തായാലും അർജുനേട്ടൻ ഭാഗ്യവാനാ. ഒന്നുമില്ലെങ്കിൽ ഒരു BA കാര്യമെങ്കിലും കിട്ടിയല്ലോ. പാവം കൃഷ്ണൻ വക്കീലച്ഛന്റെ കാര്യ കഷ്ടം. 8ാം ക്ലാസ് തൊട്ട് മായാവതി അമ്മയെ കിട്ടിയ. പിടിച്ചോണ്ട് പോടാ ഇവിടെ, അല്ലെങ്കിൽ വിവരം അറിയും. ഞാനങ്ങ് പോയേക്കാം. പണ്ടുള്ളവര് പറയും തരക്കാരോട് കളിക്കണമെന്ന്. ഒരു 10ാം ക്ലാസ് എങ്കിലും ജയിച്ചിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കായിരുന്നു. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലോടാ അവള്. ഈ അപമാനം സഹിച്ച് ഞാൻ എന്തിനാ ഇനി ഇങ്ങനെ ജീവിക്കുന്നേ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ അച്ഛമ്മയ്ക്ക് ഒരു ടെൻഷൻ? ഒന്നുമില്ല. അതെ, നിങ്ങളുടെ മമ്മി ഉണ്ടല്ലോ BA കാരി, അവളെന്നെ അപമാനിച്ചത് നിങ്ങളും കേട്ടതല്ലേ. ഈ അവള് എന്നോട് ചോദിച്ചത് എന്തുവാ? ഗുരുത്വാകർഷണം. എന്തുവാ? ഗുരുത്വാകർഷണം. അത് തന്നെ. എന്ന് വെച്ചാ എന്തുവാ? അതാണല്ലേ കാര്യം. അല്ല അച്ഛമ്മ എന്തിനാ അതിന്റെ അർത്ഥം ഇപ്പൊ അറിയുന്നേ? അതൊക്കെ അറിയണം, എന്നാലും അവൾ എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ. അതെന്തുവാന്നിപ്പോ എനിക്ക് വന്നറിയണം, അതാ ചോദിച്ചത്. എന്റെ അച്ഛമ്മേ, അതെന്താന്ന് പറഞ്ഞാ മമ്മയെ അടുത്ത ചോദ്യം ചോദിക്കും. അച്ഛമ്മയെ കുരങ്ങ് കളിപ്പിക്കാനുള്ള പരിപാടിയാ മമ്മിക്ക്.
എനിക്ക് അവളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കണം. അച്ഛമ്മക്ക് ഇപ്പൊ 10ാം തരം പാസ്സാവണോ? ഇപ്പോഴോ? ഈ പ്രായത്തിലോ? 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ഇപ്പൊ അപേക്ഷിക്കാം. പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റുമോ അച്ഛമ്മക്ക്? അയ്യോ, ഇനിയിപ്പൊ ഈ പ്രായത്തിൽ എനിക്ക് ഓർമ്മ നിൽക്കുവോ? 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ നബീസുമ്മയെ കുറിച്ച് അച്ഛമ്മ പത്രത്തിൽ വായിച്ചില്ലായിരുന്നു. പിന്നെന്താ അച്ഛമ്മയ്ക്ക് പറ്റാത്തത്? അയ്യേ, എനിക്ക് നാണമാണ്. അയ്യോ, നാണം കണ്ട കാര്യമില്ല അച്ഛമ്മേ. എന്തിനാ കാണിക്കുന്നേ? കൊച്ചു പിള്ളേരുടെ കൂട്ടത്തിൽ 10ാം ക്ലാസ്സിൽ പോയിരിക്കും, മൂക്കി കൂടെ പല്ലിറങ്ങിയത്. അച്ഛമ്മേക്കാളും എത്ര പ്രായമുള്ളവരാ പരീക്ഷ എഴുതുന്നേ? നബീസുമ്മയ്ക്ക് 70 വയസ്സുണ്ടായിരുന്നു. ആണോ? 70 വയസ്സുണ്ടായിരുന്നു. പിന്നെ പത്രത്തിൽ വായിച്ചില്ലായിരുന്നല്ലേ? പത്രത്തിൽ വായിച്ചു, വയസ്സ് വായിച്ചില്ല. ഞാനെങ്ങാനും തോറ്റ പിന്നെ അവിടെ വായിരിക്കുന്ന നിങ്ങളുടെ തള്ളയുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം. അതിന് അച്ഛമ്മ തൂക്കില്ലല്ലോ. ഇല്ലേ? എന്നാ ശരി, ഏത് സ്കൂളിലാ ചേരണ്ടേ? സ്കൂളോ? പിന്നെ സ്കൂളൊന്നും അല്ല, ഞായറാഴ്ച മാത്രമേ ക്ലാസ് കാണൂ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ മകൻ ചെറിയൊരു ട്യൂഷൻ. അത്രേ ഉള്ളൂ? എന്നാ പഠിക്കാം. അപ്പൊ നാളെ തന്നെ രജിസ്റ്റർ ചെയ്യാം. അല്ല, ഈ വിവരം നിങ്ങളുടെ അമ്മയോട് പറയണോ? മമ്മിയോട് മാത്രല്ല, നാട്ടുകാർ മുഴുവൻ അറിയണം. ഈ ന്യൂസ് ചിലപ്പോ ന്യൂസ് പേപ്പറിലൊക്കെ വരും. എന്റെ ഫോട്ടോയും പത്രത്തിൽ വരുമോ? പിന്നെ തീർച്ചയായിട്ടും വരും. ആണോ? എന്നാ നമുക്ക് നോക്കാം. രജിസ്റ്റർ ചെയ്യല്ലേ? ഞാൻ ജയിക്കുവോ? ജയിച്ച മായാവതി അമ്മ SSLC. നല്ല പേര്. അമ്മയുടെ എന്തിനാ യുദ്ധം തുടങ്ങാനാണോ? ഒരു ചോദ്യം ചോദിക്കാനാ. എന്റെ മോനവല്ലി, നീ ഇത് എന്തോ ഭാവിച്ചോണ്ടാ? ഈ BA-ക്കാരുടെ ബുദ്ധി അമ്മയും കൂടെ ഒന്ന് അറിയിക്കണല്ലോ. കുറച്ചു ദിവസമായിട്ടേ അമ്മയും പിള്ളേരുടെ ചേർന്ന് പുറത്തു പോയി എന്തൊക്കെ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അതെന്തുവാന്ന് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാണ്. അതൊന്നും ആലോചിക്കാനില്ല. എന്റെ ചോദ്യം പേടിച്ച് അമ്മ എവിടെയോ വിളിച്ചിരിക്കുന്നതാ. അത് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അയ്യോ, ഇതെന്തുവാ? എങ്ങോട്ട് പോന്ന്? അച്ഛമ്മ 10ാം ക്ലാസ് തുല്യതാ പഠനത്തിന് ചേർത്തു. ഇന്ന് ഞായറാഴ്ചയല്ലേ, ക്ലാസ് ഉണ്ട്, അതിന് പോവാ. ഞെട്ടണ്ടടി, നിന്നോട് പകരം വീട്ടാൻ വേണ്ടി തന്നെ ഞാൻ ഇതിന് ഇറങ്ങിയതാ. ഞാൻ 10ാം ക്ലാസ് പാസ്സാവും, നീ നോക്കൂ. എനിക്ക് കൂട്ടി പിള്ളേരുണ്ട്. ചെകുത്താന്റെ സന്തതികളെ, ഇതിനായിരുന്നോടെ അമ്മയെ കുറച്ച് ദിവസം കൊണ്ട് വട്ടം ചുറ്റിക്കുന്നത്. എന്താ വട്ടം ചുറ്റില്ല? കുറച്ച് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇച്ചിരി വൈകിപ്പോയി. എന്തായാലും ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പോകാൻ വരട്ടെ. ഇങ്ങനെ ഇറങ്ങി പോയല്ലേ, അടുക്കളയിലുള്ള പണി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു വിചാരിക്കണ്ട. അച്ഛമ്മയ്ക്ക് പകരം ഞാൻ പണിയെടുത്തോളാം. അതെ, അവളെ പണിയെടുത്തോളൂ. അയ്യേ, എന്തൊരു നാണക്കേടാ അമ്മ ഇത്. അയ്യാ, പഠിക്കുന്ന നാണക്കേടാണോടാ? ഞാൻ പോയിട്ട് വരാം മക്കളെ. അച്ഛമ്മ ചോറ്റു പാത്രം. അച്ഛമ്മേ, നല്ലോണം പഠിക്കണം കേട്ടോ. എന്തിനാടാ രണ്ടുപേരോട് ചേർന്ന് അമ്മ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ വഴക്ക് പറയുന്നേ? ഈ മമ്മിയുടെ BA-ക്കാരി ചമ്മയൊക്കെ കാരണം അനുഭവിച്ചോ? പഠിച്ച് പാസ്സായി അച്ഛമ്മ മമ്മിയെ തോപ്പിക്കും. നോക്കിച്ചോ? കണ്ടറിയാം. എന്താണേലും മമ്മിയെക്കാട്ടും വിവരം അച്ഛമ്മയ്ക്കുണ്ട്. പാടി അർജുനേട്ടാ, അമ്മ ഇങ്ങനൊരു ത്യാഗം ചെയ്യുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. അനുഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ഇടങ്ങേറ ഉണ്ടാവുന്ന ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഡാഡി, വൈകുന്നേരമായിട്ട് അച്ഛമ്മയെ കാണുന്നില്ലല്ലോ. ചെന്ന് അന്വേഷിക്ക്, നിങ്ങളല്ലയോ വഴികാട്ടികള്. ഇനി സ്പെഷ്യൽ ക്ലാസ് എങ്ങാനും കാണൂ? സാധ്യതയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ക്ലാസ് ഉള്ളൂ, പാഠങ്ങളൊക്കെ തീരണ്ടേ. എന്നാലും ഇത്ര വൈകുവോ? നമുക്കൊന്നും അന്വേഷിക്കാൻ ഡാഡി. എന്തിനാ? അമ്മ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ആരും തട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ലടാ. ഇനി ക്ലാസ്സിൽ ഒച്ച വെച്ചതിന് അച്ഛമ്മയെ പട്ടിക്കുട്ടി പ്രിൻസിപ്പാൾ കൂട്ടിയിട്ട് കാണൂ. അമ്മ പ്രിൻസിപ്പലിനെ പട്ടിക്കൂട്ടിൽ അടയ്ക്കും, പിന്നല്ലയോ. അമ്മ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കി കാണും. നീ ഈ പുസ്തകം മടക്കി വെച്ചിട്ടേ രാത്രിത്തേക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാൻ നോക്ക്. അമ്മ അമ്മയുടെ കാര്യം നോക്കിക്കോളൂ. 8ാം ക്ലാസ് തോറ്റ നിങ്ങളുടെ അമ്മയ്ക്ക് പഠിക്കാൻ പോകണം, BA-ക്കാരിയായി ഞാൻ അടുക്കളയിൽ പണിയെടുക്കണം അല്ലേ? പറ്റത്തില്ല. പണി എടുത്തേണ്ട നടു ഒടിഞ്ഞു മോനല്ലേ. ഒരു കുഴപ്പമില്ല. അതെ, സാധാരണ മക്കൾ സ്കൂളിലോട്ട് പോകുമ്പോ അമ്മമാര് പണിയെടുക്കത്തില്ലേ? അതുപോലെ അമ്മമാര് സ്കൂളിൽ പോകുമ്പോൾ മക്കളും പണിയെടുക്കണം. ഇത് ഞാൻ രാവിലെ പറഞ്ഞല്ലേ, എനിക്കിനി എപ്പോഴും പറയാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എത്തിയല്ലോ.
ക്ലാസ്? എന്താ ഇത്ര വൈകിയേ? ക്ലാസ് ഒക്കെ നന്നായിരുന്നു. വൈകിയത് ബസ് നിർത്താതെ അങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ സംഘടിച്ച് അയാൾക്ക് താക്കിയത് വിട്ടിട്ടുണ്ട്. സംഘടന ഉണ്ടാക്കിയത് നിന്നോടൊന്നും പറഞ്ഞില്ല, നീ ഇതിൽ ഇടപെടണ്ട. പിന്നെ ഞാനാ ക്ലാസ് ലീഡർ. എല്ലാരും കൂടെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചെന്നേ. മോഹം കണ്ടാലറിയാം നുണ പറയുവാന്ന്. നുണ നീ ഇപ്പൊ പറഞ്ഞത് അല്ല, ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ മുഴുവൻ അമ്മയല്ലേ. ഞാൻ കേട്ടല്ലേ കണ്ട് പറയുന്നത്. ഞാൻ പറഞ്ഞത് അമ്മ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് മോഹം കണ്ടാൽ അറിയാന്ന്. ഒരെണ്ണം കൊടുക്കടക്കാരനൊന്നും നോക്കിക്കൊണ്ട് നിൽക്കാതെ നിന്നോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ പോവാ. വളരെ കഴി വേണ്ടി. വെള്ളം വേണ്ടേ? നീ ഒഴിച്ചു വെച്ച വെള്ളമില്ലയോ? എനിക്കൊന്നും വേണ്ട, അത് ഞാൻ കുടിച്ചാൽ മതി. എവിടെങ്കിലും മമ്മി കരുതിയിരുന്നോ? അച്ഛമ്മ വെടി പൊട്ടിച്ചു തുടങ്ങി. വാടാ. മച്ചിന്റെ മേളിൽ ഇരുന്ന് മഴ എടുത്ത് കാലയിൽ ഇടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ മോനവല്ലി? അല്ല BA കാര്യം. ഈ തുണി പിന്നെ ആരെടുത്തോണ്ട് പോകും? വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ട് രാഘവനെ കണ്ടു, മന്ദം മന്ദം പോയി മറഞ്ഞു. പോയി ചെന്നതിനു കണ്ടതിനു ഞാൻ പഠിക്കുവാ. ഒരുപാട് ഷൈൻ ചെയ്യല്ലേ. ഞായറാഴ്ച ക്ലാസ്സിൽ ചെല്ലുമ്പോഴേ മാസ്റ്റർ എന്നോട് ചോദ്യം ചോദിക്കും. ഉത്തരം മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. ഞാനില്ലയോ ക്ലാസ് ലീഡർ? ഒരു ക്ലാസ് ലീഡർ ഇത്ര പുജ്ഞം. കല്യാണം ഇത് വന്നു കൂടിയിടായി വൈകിയതും അവനെ കൊണ്ടാവുന്ന പൊക്കിയാ പോരെ. എനിക്ക് ഇഷ്ടം പോലെ ചെയ്തോളാം. ഞാൻ പഠിക്കില്ലേ. നീ ഇപ്പോ പിണങ്ങാതെ വായിക്കേ, പുസ്തകം മടക്കി വെക്കല്ലേ. എനിക്കിപ്പോ സൗകര്യമില്ല. ഞാൻ ഇഷ്ടമുള്ളപ്പോ വായിച്ചോളാം. അമ്മയുടെ സൗകര്യത്തിനൊന്നും ഇവിടെ ഇരിക്കാനല്ല. ബഹളം. അയ്യോ, ബഹളം വെച്ചതല്ല. അമ്മ പഠിച്ചതാ, പദ്യം പഠിച്ചതാ കാണാതെ. ആണോ? കേട്ടില്ലേ? താണ്ട മക്കളെ, ഇവൾ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. എന്താ മമ്മി ഇത്? പാവം അച്ഛമ്മയൊന്ന് പഠിക്കാൻ വിട്. മോനവല്ലി, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. പാവത്തുവാ ഇങ്ങനെ ഇങ്ങോട്ട് ആരാ ക്ഷണിച്ച? അവിടെ കണ്ടിരുന്ന് ഉറങ്ങുമല്ലായിരുന്നോ? ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അകത്ത് പോയിരുന്നു പഠിക്കാൻ പോവാ. അത് അവര് തന്നെ, അവരാണ്. നമ്മളെ കാണുമ്പോ മുങ്ങിയില്ലേ, അവരാണ്. ഇവിടുന്ന് ഇപ്പൊ അതിനകത്തേക്ക് കയറിപ്പോയത്. അത് ഞങ്ങളുടെ അവര് ഈ ക്ലാസ്സിൽ വെച്ച് എന്റെ അമ്മയെ ഉപദ്രവിച്ചു. അത് ചോദിക്കാൻ വന്നതാ ഞാൻ. അതെ, ചോദിക്കേ. അതെ, ഞാൻ കാര്യം പറയാം. അതായത് ഞാൻ ക്ലാസ്സിൽ ഇരിക്കണേ, സാറ് പോയി, ക്ലാസ്സിൽ നിന്ന് പോയി. സാറില്ലാത്ത സമയത്ത് എന്നെ പിച്ചു മാന്തു ഒക്കെ ചെയ്തവര് ഇതാ കണ്ടില്ല. ഇനി മേലെ ഇത് ആവർത്തിച്ച. അല്ല, അതിനിപ്പോ ഞങ്ങൾ എന്തുവാ വേണ്ടത്? ഒന്നും വേണ്ട. ഇനി ഇത് ആവർത്തിച്ച ഏക്കത്തി ഞാൻ പോലീസിൽ പിടിച്ചേൽപ്പിക്കും. ഒരു കാരണമില്ലാതെ അച്ഛമ്മ അങ്ങനെ ചെയ്യോ? കാരണം ഉണ്ടല്ലോ, എന്നെ ക്ലാസ്സിൽ ഇടറായിട്ട് തെരഞ്ഞെടുത്തു. അതിന്റെ അസൂയ എന്നെ. മക്കളപ്പ അമ്മയോട് പറഞ്ഞേക്ക്, ഇനി ഇത് ആവർത്തിച്ചാലുള്ള ഭവിഷ്യത്ത്. ശരിയാ, എല്ലാം മനസ്സിലായി. ചെന്നാട്ടെ. മതി. പക്ഷെ ശരിയല്ല, നമുക്ക് പോകാം. നീ എന്താ പറഞ്ഞ? നിന്റെ അച്ഛമ്മ പഠിച്ച് ഇപ്പഴങ്ങ് കളക്ടർ ആകുമെന്നോ? പറഞ്ഞ കേട്ടല്ല, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന്. എന്താന്ന് വെച്ചാൽ അപ്പനും മക്കളും കൂടെ അങ്ങ് ചെയ്തേക്കും. അമ്മേ, ഇനി പോരെ, അവരങ്ങ് പോയി. അതേ, എന്താന്നറിയാവോ, അവര് ആ മാഷയുടെ ആളാ. അതുകൊണ്ടാണ് അവരെ ദ്രോഹിച്ചത്. ചെറുതായിട്ട്. എനിക്ക് അല്ലെങ്കിലും ഈ പിടിക്കരുതാത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ നിന്നെ അടിക്കാറില്ലയോ? എന്താ അച്ഛമ്മ ഇത്? അച്ഛമ്മയ്ക്ക് ഒരു നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആവണ്ടേ? ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിടും വീട്ടിലോട്ട്. നോക്കിയോ, ഇനിയിപ്പോ സ്കൂളിലൊന്നും പോണ്ട. വേണമെങ്കിൽ BA കാര്യം ഞാൻ അമ്മയ്ക്ക് ട്യൂഷൻ എടുക്കാം. വേണ്ട,
ഇങ്ങനെ പോയാൽ അമ്മ നമ്മളെ പറയിപ്പിക്കും. ഹരിതാത്തൊക്കെ കണ്ടും കേട്ടും എനിക്ക് ക്ലാസ്സിൽ അങ്ങനെ ക്ഷമിച്ചിരിക്കാൻ വയ്യ. അച്ഛമ്മ നാളെ മുതൽ സ്കൂളിലൊന്നും പോകണ്ട, ഞങ്ങൾ തന്നെ പഠിപ്പിച്ചോളാം. ഒരു ടൈം ടേബിൾ ഒക്കെ ആദ്യം ഉണ്ടാക്കണം. അതാ നല്ലത്. നാളെ രാവിലെ അച്ഛമ്മ 5 മണിക്ക് എണീറ്റാ മതി, ബാക്കി ഞങ്ങള് നോക്കിക്കോളാം. എങ്ങനെങ്കിലും എനിക്കൊന്ന് പാസ്സായാൽ മതിയായിരുന്നു. ഡാഡി മമ്മി ഇക്കാര്യത്തിൽ ഇടപെടൊന്നും വേണ്ട, അച്ഛമ്മയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. അമ്മയുടെ ഉദ്ദേശം എന്താ? ഈ പഠനം ഞാൻ പൊളിച്ചിരിക്കും. എങ്ങനെയാണോ? ഞാൻ അമ്മയെ സോപ്പിടും, എന്നിട്ട് ട്യൂഷന് ഒരാളെ ഞാൻ ഏർപ്പാടാക്കും. ആ മാഷിനെ കാശ് കൊടുത്ത് ഞാൻ കൊണ്ടുവരിക്കും. ബാക്കി കാര്യങ്ങൾ മാഷ് നോക്കിക്കോളൂ. മറക്കരുത്, വവ്വാലുകൾ ആരുടെയും പൂർവികരുടെ ആത്മാക്കളല്ല, ദൈവം തമ്പുരാന്റെ സൃഷ്ടിയിലെ പറക്കുന്ന ജീവികളാണ്. കരിക്ക് നശിക്കട്ടെ, സാരമില്ല, ബാക്കി കിട്ടുന്നത് മതി. ദൈവ സൃഷ്ടിയിലെ കരിക്കുകളിൽ വവ്വാലുകൾക്ക് അവകാശമുണ്ട്. ദൈവ സൃഷ്ടിയിലെ കരിക്കുകളിൽ വവ്വാലുകൾക്ക് അവകാശമുണ്ട്. ദൈവ സൃഷ്ടിയിലെ കരിക്കുകളിൽ വവ്വാലുകൾക്ക് അവകാശമുണ്ട്. ഒന്നുമില്ലമ്മേ, അമ്മയുടെ ഈ തീരുമാനത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്ത് തീരുമാനം? 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാനുള്ള തീരുമാനേ. അമ്മ പഠിച്ച് വലുതായി കാണുന്നത് തന്നെ എനിക്ക് സന്തോഷം. അതിനുവേണ്ടി എന്ത് പ്രോത്സാഹനം വേണമെങ്കിലും ഞാൻ തരും. എന്ത് പ്രോത്സാഹനം? അമ്മേ, ഈ അമ്മയെ പഠിപ്പിക്കാനേ ഞാനൊരു മാഷിനെ ഏർപ്പാടാക്കട്ടെ. അയ്യേ, അതൊന്നും വേണ്ട. അയ്യോ, അത് വേണം. ഇങ്ങനെ അതെ ഇങ്ങോട്ട് നോക്കി, വീടുകൾ തോറും ചെന്ന് ട്യൂഷൻ എടുക്കുന്ന ഒരു മാഷിനെ എനിക്കറിയാം. ഏകലോചന മാഷ്. അധികം ഫീസൊന്നും ആവത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ, ആ ലീഡറല്ലേ ഇവിടെ വന്നേച്ചും പോയ ലീഡർ, അവരെ നമുക്ക് തോപ്പിക്കണം. അമ്മ എൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ വെളിയിലിറങ്ങി അമ്മ ചെറുതാവുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്തായാലും ആ ലോചന മാഷിനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പോവാം. അമ്മ ഫസ്റ്റ് അടിക്കണം, അപ്പോഴേ ആ ലീഡർ പഠിക്കത്തുള്ളൂ. നേരാണോ നീ പറയുന്നത്? സത്യം. ആരെയാണോ? അമ്മ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ലീഡറിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരിവിടെ വന്ന് പറഞ്ഞൊക്കെ കളയും. എനിക്ക് തോന്നിയമ്മേ, എനിക്ക് തോന്നി. ഏകലോചന മാഷ, നമസ്കാരം മാഷ. വരണം. മാഷ ഇരുന്നാട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഏകലോചന മാഷ്. നമസ്കാരം. പിന്നെ മതി, ഓടുന്നു. എടാ വിദ്യാർത്ഥി ഇവിടെ ഉണ്ട്, വിളിക്കാം. വിളിക്കാട്. അമ്മേ, അമ്മേ. ഏകലോചന മാഷ്. ആ, അധികം നേരം സമയം കളയുന്നില്ല, ഉടനെ തന്നെ ക്ലാസ് തുടങ്ങിയേക്കാം. ഒരു ദിവസം 5 മണിക്കൂറാണ് ക്ലാസ്. അവിടെ പോയിരിക്കും. ഇല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കണക്ക് പഠിക്കാം. എന്താണ് ഈ സംഖ്യാശ്രേണികൾ എന്ന് പറഞ്ഞാൽ? സംഖ്യാശ്രേണികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്താണ് ഈ പറഞ്ഞത്? അപ്പൊ 7ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്താണ് പഠിച്ചത്? അതുപോട്ടെ, എന്താണ് ഈ സമാന്തര ശ്രേണികൾ? എനിക്കറിയാമോ, ഏതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ സാറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പൊ അധ്യാപകര് കുട്ടികളെ തല്ലാറില്ല. ഇവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവര് ഉത്തരം തെറ്റിച്ചാൽ 24 മണിക്കൂർ ഞാൻ ഇവരെ ബെഞ്ചേക്കരി നിർത്തും. എല്ലാരും ഇവിടുന്ന് പോയിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എവിടെ പോണ്? ആര് പറഞ്ഞു? സാറ് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് വേറൊരു പാഠത്തിലേക്ക് കിടക്കാം. 0 ഒരു സംഖ്യയാണോ? എനിക്കറിയാൻ വയ്യ സാറേ. പിന്നെ നിങ്ങൾക്ക് എന്തറിയാന്നാണ് ഈ പറയണത്? എനിക്ക് എന്റെ ദൈവമേ,
എന്നെ സാറ് പഠിപ്പിക്കാൻ വന്നാണോ അതോ തല്ലിക്കൊല്ലാൻ വന്നാണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നേക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കണ്ടൊക്കെ ശനി സമയത്ത് എനിക്ക് ഓരോന്ന് തോന്നിയതാ. അയാൾ ഇന്ന് അമ്മ ശരിയാക്കും. ഇനി മേലെ അമ്മ ഈ ബുദ്ധി കാണിക്കത്തില്ല. അയാൾക്ക് എത്ര കാശ് കൊടുത്ത്? 500 രൂപ ആഴ്ച 3 ദിവസത്തേക്ക് അത്രയൊക്കെ മതി. ഇത് ചതിയാ മമ്മി. എന്ത് ചതി? 10ാം ക്ലാസ് പാസ്സായാലേ അമ്മ എന്റെ മേത്ത് കുതിര കയറും. വയസ്സുകാലത്ത് ഇങ്ങനെ അടികൊണ്ട് അച്ഛമ്മയുടെ കാര്യം പോക്കാം. ഞാൻ ഇന്ന് ഇതൊരു ഉത്സവമാക്കും. എന്തോ ദുഷ്ട? എനിക്ക് അമ്മയ്ക്ക് അടി കൊള്ളുന്ന നേരിട്ട് കാണണം. നിങ്ങൾക്ക് കാണണേ വാ. എന്താ പഠിപ്പിക്കാനാണ് ക്ഷമിച്ചോണ്ടിരുന്നു. ആഹാ, വലിയൊരു കണക്കപ്പിള്ള വന്നിരിക്കുന്നു. എന്തോ കണക്കാണ് അയാളെ പഠിപ്പിച്ചത്? നീ എത്ര വരെ പഠിച്ചു? BA. ഞാൻ എത്ര വരെ പഠിച്ചു? 8ാം ക്ലാസ്. ഉറക്കെ പറ. 8ാം ക്ലാസ് വരെയല്ലേ പഠിച്ചു? എന്താ ചോറ് തരുന്ന ആരാ? അമ്മ. ആരാണല്ലോ. അപ്പൊ പഠിത്തത്തിൽ എവിടെയാണ് ഈ കാര്യം ഇരിക്കുന്നത്? എടീ, സമയോചിതം പോലെ പെരുമാറാൻ പഠിക്കണം. അതാ വേണ്ടത്. എല്ലാ തടിയന്മാരും തടിച്ചുകളും ഉണ്ടല്ലോ ഇവിടെ. ഉണ്ടല്ലോ. ആർക്കെങ്കിലും 10 വയസ്സിന് പൈസക്ക് ഗുണമുണ്ടോ ഇതിനെയൊക്കെ കൊണ്ട്? എന്നിട്ടിപ്പോ എല്ലാം കൂടെ ചേർന്ന് എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എടി, എത്ര വരെ പഠിച്ചു എന്നുള്ളതല്ല കാര്യം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി വേണം. അല്ലാതെ ഈ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഏറ്റവും കൂടെ ഈ മമ്മിയുടെ BA കാരി ചമയല്ല ഇതിനൊക്കെ കാരണം. അനുഭവിച്ചോ? പഠിച്ച് പാസ്സായി മമ്മി അച്ഛമ്മയെ പൊട്ടിക്കും. സോറി, അച്ഛമ്മ മമ്മിയെ പൊട്ടിക്കും. എന്തിനാ ഡാഡി ഞങ്ങളെ വഴക്ക് പറയുന്നേ? ഈ മമ്മിയുടെ BA കാരി ചമയല്ല ഇതിനൊക്കെ കാരണം. അനുഭവിച്ചോ? പഠിച്ച് പാസ്സായി അച്ഛമ്മ മമ്മിയെ തോപ്പിക്കും. നോക്കിച്ചോ? കണ്ടറിയാം. എന്താണേലും അച്ഛമ്മയെക്കാട്ടും വിവരം മമ്മിക്കില്ല. അല്ല, മമ്മിക്കുണ്ട്.